നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോട്ടിൽ മരണപ്പെട്ട ജോയിയുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തുകയാണ്. സുരേഷ് ഗോപി വരുമ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ ഈ നിമിഷം വരുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ മരണപ്പെട്ട ജോയിയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിലെ മറുനടപടി ജോയിയുടെ വീട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. തോട് വൃത്തിയാക്കുന്നതിന് സാങ്കേതിക വിദ്യ സാധ്യമാക്കാൻ പറ്റിയില്ല. അത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് രാഷ്ട്രീയപരമായ വിമർശന ബുദ്ധിയോടുകൂടി ഈ അവസരത്തിൽ നേരിടാൻ ഞാൻ തയ്യാറല്ല. എല്ലാത്തിനും പോംവഴിയാണ് വേണ്ടത്. നമുക്കിത് സംഭവിക്കരുത് എന്ന് പറയുന്നത് വീണ്ടും സംഭവിക്കുന്നത് വരെ മാത്രം. അടുത്തത് വരുമ്പോൾ അത് പുതിയ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനൊരു മറുനടപടി ഉണ്ടാവണം. അന്തിമമായ സാങ്കേതിക അംഗീകാരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാൽ ഉടൻ തന്നെ അതിന്റെ പരിണിത ഫലം അറിഞ്ഞിട്ട് ജോയിയുടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് അത് പറയുമെന്നും സുരേഷ് ഗോപി പറയുകയാണ്. കഴിഞ്ഞ ദിവസവും ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം തള്ളാൻ വന്ന 4 ലോറികളെയാണ് നഗരസഭയുടെ വനിതാ സ്ക്വാഡ് പിടികൂടിയത്. ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറയുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ കൈമാറി. മന്ത്രി വി ശിവൻകുട്ടിയാണ് ജോയിയുടെ അമ്മയ്ക്ക് തുക നൽകിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം അനുവദിച്ചത്. MLA-മാരായ വി ജോയി, CK ഹരീന്ദ്രൻ, ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് എന്നിവർക്കൊപ്പമാണ് മന്ത്രി ജോയിയുടെ അമ്മയെ കാണാനായി എത്തിയത്. ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ കോർപ്പറേഷൻ കൌൺസിൽ തീരുമാനിച്ചിരുന്നു. 1 കോടി രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെടാനും തീരുമാനമായിട്ടുണ്ട്. അതിനിടെ ജോയിയുടെ അമ്മയുടെ ചികിത്സാ ചെലവ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചിരിക്കുകയാണ്. ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ കുടുംബത്തെ ഒന്നടങ്കം ഏറ്റെടുക്കാൻ തമ്മിത്തല്ലുകയാണ് സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. നല്ലത് തന്നെ. പക്ഷേ ആ കുടുംബത്തിലെ അത്താണി നഷ്ടമായിരിക്കുന്നു. 1 ജോയല്ല 10 ജോയി മരിച്ചാലും ഇവരൊന്നും കണ്ണു തുറക്കില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. അതിലെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസവും ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കാൻ വന്ന ആ ലോറികളുടെ എണ്ണം. മേയർ ആര്യ രാജേന്ദ്രൻ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ കോർപ്പറേഷനോ നഗരസഭയോ അറിയാതെ എങ്ങനെ ഈ മാലിന്യ വണ്ടി നഗരത്തിലെ ഹൃദയഭാഗത്തിലേക്ക് എത്തി എന്നാണ് ചോദ്യങ്ങൾ ഉയർന്നത്. എന്തായാലും സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ജോയിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ജോയിയുടെ അമ്മയുടെ മുന്നിൽ വെച്ച് ആ പ്രഖ്യാപനം നടത്തുമെന്നാണ് പറയുന്നത്. ഒരു അന്തിമ തീരുമാനം ആമയിഴഞ്ചാൻ തോടിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പ് നൽകുന്നത്. വെറുതെ വന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് പോവുകയല്ല. അത് പൂർണ്ണമായും കേന്ദ്രത്തിൽ നിന്നും അനുമതി പൂർണ്ണമായും ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും വരിക. വന്ന് ആ ജോയിയുടെ അമ്മയുടെ മുന്നിൽ നിന്ന് തന്നെ ആ കാര്യം പറയുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. അതിനായി കാത്തിരിക്കാം.